നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മളെപ്പോഴും ഓർക്കും എന്നും ഓർക്കും. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വളരെ അടുത്തൊരാളാണ് കലാഭവൻ മണി. കലാഭവൻ മണി മാത്രമല്ല ഞങ്ങൾക്ക് മിസ്സായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ മണി, ഷിയാസ്, സാഗർ ഷിയാസ്, പിന്നെ സന്തോഷ് കുർമ്മശ്ശേരി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് മിമിക്രിയിലുണ്ടായിരുന്നു. പിന്നെ റൊണാൾഡ് പയ്യ. ഈ റൊണാൾഡും സന്തോഷും ഷിയാസൊക്കെ അതിൽ മണി മാത്രമേ ഞങ്ങളുടെ ട്രൂപ്പിൽ ഉണ്ടാകാതിരുന്നുള്ളൂ. ബാക്കി 3 പേരും ഞങ്ങളുടെ ഒരേ ട്രൂപ്പിലായിരുന്നു. അബി, ഞാൻ, ഷിയാസ്. ഒരു 5 പേര് അടങ്ങുന്ന ട്രൂപ്പിൽ നിന്ന് 3 പേര് ഒറ്റ വർഷം മരിച്ചുപോയി. അത് ഭയങ്കര ഷോക്കായിപ്പോയി. കൊച്ചിൻ ഓസ്കർ എന്ന് പറയുന്ന ട്രൂപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളിൽ ശരിക്കും 7 പേര് ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അബി, ഷിയാസ്, റൊണാൾഡ്, സന്തോഷ്, ഞാൻ, ജോർജ്, അങ്ങനെ. പക്ഷേ ഞങ്ങളിങ്ങനെ മാറിയിരുന്നു. അതിനകത്തൊരു 5-6 പേരിൽ അതിൻ്റെ പകുതി പേര് ഒരു വർഷമാണ് പോകുന്നത്, പലപ്പോഴായിട്ടല്ല. അതും വളരെ ഒരു എന്താ പറയുക, ആകസ്മികമായിട്ട് പെട്ടെന്ന് മരിച്ചു പോകുകയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കുണ്ട് ശരിക്കും. മണി, ഷിയാസൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പടത്തിലും ഉണ്ടായിരുന്നു. ഇത്തരം സൗഹൃദങ്ങൾക്കൊക്കെ ഇന്നൊരു മൂല്യച്യുതി ഉണ്ടോ? ബന്ധങ്ങൾ ശിഥിലമാവുന്നുണ്ടോ? അതല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ പിള്ളേരുടെ ഇടയിൽ ഉണ്ടാവും. കുറച്ചുകൂടി വ്യത്യാസമൊന്നുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പിള്ളേരൊക്കെ അവരെല്ലാം ഇപ്പം നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, സൗഹൃദങ്ങളും അല്ലെങ്കിൽ പാട്ടുകളൊക്കെ പഴയതായിരുന്നു നല്ലത്, പുതിയത് കൊള്ളൂല, പുതിയ പിള്ളേരൊക്കെ വഴിവഴിച്ചു വരുന്നത്. ഒന്നുമല്ല. പുതിയ പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു കോളേജ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് സിഗരറ്റ് വലിയും കാര്യങ്ങളൊക്കെ ഇട്ട് അന്ന് ചുണ്ടിൽ സിഗരറ്റില്ലെങ്കിൽ ആണാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂത്ത് അങ്ങനെ സിഗരറ്റ് വലിയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അവർ കുറച്ചുകൂടി ഡീസൻ്റാണ്. യങ്സ്റ്റേഴ്സ് വളരെ എക്സ്ട്രാ ഡീസൻ്റാണ്. അവരുടെ പെരുമാറ്റത്തിലും മറ്റുള്ള കാര്യങ്ങൾ, ചിന്താഗതിയിലും. ഈ പണ്ട് കാരണവരുടെ പിടിവാശി കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും കുറേ കൂടി പിള്ളേർ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വളരെ പ്ലസൻ്റാണ്, അവർ എനർജറ്റിക്കാണ്, അവർ പല കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ ഇപ്പോഴത്തെ ഈ പറയുന്ന കോളേജ് സ്റ്റുഡൻസ് അവരുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിക്കുന്ന ആളാണ്. കാരണം നമുക്കൊന്നും ഒരിക്കലും പറ്റിയിട്ടില്ല അങ്ങനെയൊന്നും. ഈ പറഞ്ഞ പോലെ ഒരു പണ്ട് അത്യാവശ്യം മുഖത്ത് നോക്കി സംസാരിച്ച് ഒന്ന് ചിരിച്ച് മാറിയെന്ന് രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമുകന് കാമുകയാണ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേര് മാറിയെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കോളേജിൽ പാട്ടണം, എടാ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. തോളത്ത് കൈയിട്ട് ഒരുമിച്ച് താമസിച്ചാൽ പോലും ഫ്രണ്ട്സാണ്. അവരൊരു വേറെ റിലേഷനിലേക്ക് പോവില്ല. അവർക്ക് അങ്ങനെയൊന്നുമില്ല. എടാ പോടാ വിളിക്കും, ചിലപ്പോൾ തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ചിരിക്കും. അത് നമ്മളുടെ ഒരു ജനറേഷൻ മാത്രമാണ് അവരെ തെറ്റിദ്ധരിക്കുന്നുള്ളൂ. അവരുടെ മനസ്സിൽ പോലും ചിലപ്പോൾ റോങ് ആയിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല, റോങ് ആയിട്ടുള്ള ചിന്ത പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ചുകൂടി നമ്മളുടെ കാലഘട്ടത്തേക്കാൾ നല്ല ജനറേഷൻ ഇപ്പോഴത്തെ തന്നെയാണ്. ഒരു മ്യൂസിക് കമ്പോസർ എന്ന രീതിയിലും വേഷമാണ്. നേരത്തെ വീഡിയോ കാസറ്റ് ചെയ്തിട്ടുണ്ട്, പാടും. എന്നാലും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു 2 വരി ആദൃശ്യ കൊണ്ട് പാടിക്കാതെ പോയാൽ പ്രേക്ഷകർ വിചാരിക്കും പാട്ട് ഈ പടത്തിലെ പാട്ട് പാടിയാൽ പോരെ, അതല്ലേ. കാരണം മറ്റുള്ള പടങ്ങളിൽ ഇപ്പോൾ ഈ വർഷം ഞാൻ കുറേ പടങ്ങളിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചില ഇപ്പോൾ ദിലീപിൻ്റെ വെൽക്കം ടു സെൻട്രൽ ജയിൽ, അതിൽ 2 പാട്ട്, ഒന്ന് അത് സിത്താര പാടിയൊരു താരാട്ട് പാട്ട്, പിന്നെ ശങ്കർ മഹാദേവനും രഞ്ജിനി ജോസ് കൂടി പാടിയ സുന്ദരി നിന്നെ കാണും ആ പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഗാനങ്ങളൊക്കെ പാടുന്നുണ്ട്. പിന്നെ ഷാജാനും പരീക്കുട്ടിയിലെ അല്ലിയാമ്പൽ കടവിനക്കര നിന്നെയും കാത്ത് ആ പാട്ട്, അത് ലിറിക്സും മ്യൂസിക്കും അതിൽ പാടുകയും ചെയ്തിട്ടുണ്ട് അഫ്സൽ ഞാനോട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വർഷം അങ്ങനെയുള്ള കുറേ പണികൾ കൂടുതൽ കിട്ടി. സാധാരണ മറ്റുള്ള വർഷങ്ങളിൽ എനിക്ക് പണി കിട്ടാറോ മതി. ഇപ്പോൾ ഈ തവണ അല്ലാത്ത പാട്ടിൻ്റെ കാര്യത്തിൽ നാട്ടുകാർക്ക് പണി കിട്ടിയെന്നുള്ളൂ എന്നെ കൊണ്ട്. പിന്നെ ഇതിനകത്ത് ശങ്കർ മഹാദേവൻ സാറ് പാടിയിട്ടുണ്ട്. മിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായാ നക്ഷത്രക്കാവിൽ മിന്നാമട എൺമച്ചാനേതപ്പടിക്കട തകിലടിക്കട നീ, അതൊരു ഫാസ്റ്റ് സോങ്. പിന്നെ റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മി കൂടി പാടിയൊരു പാട്ട്, അതേതാണ്,
കണ്ടില്ലേ കർപ്പൂരപ്പന്തലിൽ പുഞ്ചിരിച്ച് അങ്ങനെ ഒരു പാട്ട്. അത് സന്തോഷ് വർമ്മയാണ് ഈ 2 പാട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു മെലഡി നമ്മുടെ നജീം അർഷാദ് പാടിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ഹരിനാരായണനാണ്. അഴകേ അഴകേ നനു വീഴും മഴയേ ഇനിയൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണ് മനമേ. അങ്ങനെ പറയുന്നത്. പാട്ടുകളെല്ലാം അത്യാവശ്യം ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഗാനമുള്ള പാട്ടുകളാണ് എല്ലാം. ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഏത് ആൾക്കും പാട്ട് ആർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടുകളാണ്. ഈവൻ മ്യൂസിക് ലവർ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ ഒന്ന് മൂളാം. അതങ്ങനെ എന്താ പറയുക, നമുക്ക് നമ്മൾ ഗഹനമായിട്ടുള്ള സംഗീതം പഠിക്കാത്ത ആളാണ്. ഒരുപാട് വർഷങ്ങളും അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്. അത് വലിയ കാര്യമല്ല. സംഗീതം പഠിക്കാതെ സംഗീതം ചെയ്തു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമുള്ള കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിട്ടത് എൻ്റെ ഫാദർ തന്നെയാണ്. സാധാരണഗതിയിലല്ല അങ്ങനെ ഈ ശരിക്ക് മുസ്ലിം സമുദായങ്ങളിൽ ഉള്ള രക്ഷാകർത്താക്കൾ പാട്ട് പഠിക്കൂ, കഥകളി സംഗീതം പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന വളരെ അപൂർവമായിട്ട് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ പാരൻസ് എനിക്ക് അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ഒരു 2-3 മാസത്തെ സംഗീത പഠനമേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടിയൊരു ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ പെട്ടെന്ന് ക്യാച്ചി ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് അങ്ങനെ തന്നെ ഇഷ്ടമുള്ളൂ. അത് തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കമ്പോസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് വേറെ റൂട്ടിൽ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ പല മേഖലകളിലേക്കൊന്നും പോകില്ല. ചുറ്റുവട്ടത്ത് ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്ന സാധനമുണ്ടല്ലോ, അത് സാധാരണക്കാരന് പാടാൻ പറ്റും. അത് തന്നെ കാര്യം. ഒരു 1 ലൈൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ എന്തായിരിക്കും കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ? കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ എന്ന ടാഗ്ലൈൻ ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന സാധാരണ ചെറുപ്പക്കാരൻ. ഇവിടെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള മുഖങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. 98% സാധാരണ മുഖങ്ങളാണ്. അതിൽ ഒരു 2% അല്ലെങ്കിൽ 3% ഷാരൂഖ് ഖാനും സൽമാൻ ഖാനൊക്കെ പോലെ സുന്ദരനായിട്ട്, മമ്മൂട്ടീനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ആകാര വടിവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പുറം ചില ആൾക്കാരുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു 90-95% ആൾക്കാരും നോർമൽ ആൾക്കാർ. ഇവരിലെല്ലാവരിലും നടനാകണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ ലൊക്കേഷനിൽ ദൂരം പിള്ളേരാണ് അലഞ്ഞിരിഞ്ഞ് ചേട്ടാ ഒരു ക്യാരക്ടർ, എന്തെങ്കിലും ഒരു വേഷം ഒന്ന് തല കാണിക്കാൻ. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന എന്ത് സ്റ്റൈലായിട്ടുള്ള പിള്ളേർ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഗ്യാങ്ങിൽ വന്ന് വെറുതെ ഒരു ക്രൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ ചില പിള്ളേരൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. എന്നുവെച്ചാൽ മിടുക്കന്മാർ, നല്ല ആക്ടിങ് കപ്പാസിറ്റി ഉള്ള പിള്ളേരൊക്കെ വന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല അവരെ വിളിച്ചിട്ട് വലിയൊരു വേഷം, കാരണം ഓൾറെഡി ഫിക്സ് ചെയ്ത് പോയിട്ടുണ്ടാവും. പലപ്പോഴും അതിൽ നിന്ന് പല ആൾക്കാരെ ഇപ്പം ഞാൻ പറഞ്ഞ യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ബോയ്സൊക്കെ ഇല്ലേ, മിടുക്കന്മാരായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അതിലൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ച് നിർത്തി അഭിനയിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ഒരാളാണ് ഈ സിനിമയിലെ നായകൻ. സിനിമാ നടനാകാനായിട്ടുള്ള യാതൊരു യോഗ്യതയും ഒറ്റ നോട്ടത്തിൽ ഉണ്ടെന്ന് തോന്നാത്ത ഒരാൾ. അവൻ്റെ പെയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ സാധാരണക്കാരൻ നടക്കുമ്പോൾ ഇതൊരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. ഇതൊരു റിസ്ക് എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ആൾ ഉള്ളൊരു സിനിമ സക്സസ് ആയാൽ മാത്രമാണ് ഇനി ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞാനൊരു റിസ്ക് എടുത്തിരിക്കുന്നത് ഇവൻ്റെ ഒരു ആക്ടിങ് കപ്പാസിറ്റി ഉണ്ട്. വിഷ്ണു നല്ല നടനാണ്, നമ്മളുടെ കഥാപാത്രം ഇത് മതി, കഥാപാത്രം ഇങ്ങനെയുള്ള ഒരാൾ വേണം. പക്ഷേ ഇത് കൊമേഴ്സ്യലായിട്ട് നമുക്ക് സക്സസ് ആകുക എന്ന് പറയുന്നത് മറ്റ് പുതിയ ഇനിയുള്ളൊരു വരവ് അതിന് ബേസ് ചെയ്തിട്ട്. കാരണം ഇത് നന്നാവോ മോശമാവോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് മറ്റുള്ള ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരെ വെച്ചിട്ട് പടം എടുക്കുകയുള്ളൂ.
പുതിയ റൈറ്റേഴ്സ് വരുള്ളൂ. അവർക്ക് അവസരം കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവസരം കൊടുത്താലും നമുക്ക് സക്സസ് ആകാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റേ തിയേറ്ററുകളിൽ നമുക്ക് കളക്ഷൻ വൈസ് നമുക്ക് നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ എല്ലാവരും പറയും മോനെ സബ്ജക്റ്റൊക്കെ നല്ലതാണ്, നീ നല്ല നടനുമാണ്, പക്ഷേ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറയും. ഈ റിസ്ക് എടുക്കാനെന്ന് പറയാൻ നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോൾ ചില പടങ്ങൾക്ക് റിസ്ക് എടുക്കുന്നുണ്ട്. ആ റിസ്ക് എടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളത്തെ എഴുത്തുകാരും അല്ലെങ്കിൽ മറ്റേ അഭിനേതാക്കളായിട്ട് വരാൻ സാധ്യതയുള്ള പിള്ളേരെ തന്നെ ഇരുന്നിട്ടാണ് ചിലപ്പോൾ ഈ ഫേസ്ബുക്ക് വഴി ഇതിലൊക്കെ കുത്തി കുറിച്ചിട്ട് അങ്ങനെ വരുന്ന ഒരു സിനിമയെ ഒറ്റയടിക്ക് വലിച്ചു കീറി താഴെയിടാൻ നോക്കുന്നത്. അപ്പോൾ അതിലൂടെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ വെച്ചിട്ട് തന്നെ സിനിമ തന്നെ ആലോചിക്കുകയുള്ളൂ. നമുക്കൊരു പരീക്ഷണം നടത്തുമ്പോൾ തന്നെ ഇവർ അത്തരത്തിലുള്ള സിനിമകളെ കൊല വിളിച്ച് അതിനെ ഒറ്റയടിക്ക് വലിച്ച് താഴെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുതിയ സിനിമകൾ സംഭവിച്ചാലാണ് ഇതുപോലെ പുതിയ നടന്മാരെ കൊണ്ടുവരുള്ളൂ. ഇത്തരത്തിലുള്ള സിനിമകൾ സക്സസ് ആയാൽ മാത്രമാണ് പുതിയ നടന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഴുത്തുകാർ വരുള്ളൂ, പിന്നെ ടെക്നീഷ്യൻസ് വരുള്ളൂ. അതിനെല്ലാം അറിയാതെ നമ്മൾ ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന മാതിരി നമുക്ക് എന്തെങ്കിലും ഒരു 10 പേര് നല്ലത് എഴുതിയാൽ 11 ഇവന്മാർ 10 പേര് എഴുതിയാൽ അപ്പം ഞാൻ വേറിട്ട് നിൽക്കണമെങ്കിൽ ഞാനൊന്ന് മോശമായിട്ട് എഴുതാം എന്ന് കരുതി വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്ന കുരുത്തക്കേട് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഒരു തലമുറ അനുഭവിക്കേണ്ടി വരും. പാരഡി കേൾക്കുമ്പോഴെല്ലാം വിചാരിക്കാറുണ്ട് എഴുതി മോശമാക്കിയിരുന്നു. ഇല്ല, എഴുതി അല്ല, അത് വളരെ എഴുതിയാ തെളിയിച്ചു. എത്രത്തോളം അത് ഇംപ്രവൈസേഷൻ സെഷനൊക്കെ ഉണ്ട്, അത് ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെയാണോ നമ്മൾ ഈ കേൾക്കുന്നത്? അതൊന്നുമില്ല. എഴുതി 4 വരി എഴുതണമെങ്കിൽ ചില സമയത്ത് 4 മിനിറ്റ് മതി, ചില സമയത്ത് 40 മിനിറ്റ് വേണം, ചില സമയത്ത് നമുക്ക് 4 ദിവസം വേണ്ടി വരും. എഴുതി നമുക്ക് ത്രില്ലടിച്ചൊരു പാട്ടെന്ന് പറഞ്ഞു മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഏതായിരിക്കും? പാടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അല്ല, പക്ഷെ എന്നാലും പറയുകയാണെങ്കിൽ അല്ല അങ്ങനെ പിന്നെ പാടണമെന്ന് പറഞ്ഞാൽ പോരെ, ത്രില്ലടിച്ച് അല്ല, എഴുതി കഴിഞ്ഞ് നമുക്കൊരു സംതൃപ്തി വരില്ലേ ചിലത്, യെസ് എന്ന് പറയുന്ന അങ്ങനെ വന്നേക്കുന്നതൊക്കെ തന്നെയാണ് കാസറ്റ് ആക്കിയിട്ടുള്ളൂ. അതല്ലാത്തതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. ത്രില്ലടിച്ച പിന്നെ എല്ലാ പാട്ടുകളും അത്യാവശ്യം ആൾക്കാർ കേട്ട് പോപ്പുലറായ പാട്ടുകളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ത്രില്ലടിച്ച പാട്ടുകൾ തന്നെയാണ്. നമുക്കെപ്പോഴും ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങൾ കിട്ടും. നല്ല സിനിമ പ്രേക്ഷകർ പറയും, അവർ ബട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ യെസ് നല്ല സിനിമ എന്ന് പറഞ്ഞ് നമ്മളെ അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു ആത്മാഭിമാനം തോന്നുന്നൊരു നിമിഷമുണ്ട്. അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെമ്മറബിളായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടങ്ങളൊക്കെ കഴിയുമ്പോൾ ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ എല്ലാവരും വിളിക്കുന്നത്. ഇപ്പം നമുക്ക് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എടാ പടം ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു മോനെ പടം അസലായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് ഇതിൻ്റെ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ത്രില്ല് എന്താ പറയുക, സിനിമ നന്നായി എന്നുള്ള അഭിപ്രായങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര വട്ടം കേട്ടാലും നമുക്കത് കൊതി മാറാറില്ല. നമ്മളുടെ സുഹൃത്തുക്കൾ ഞാൻ അപ്പോൾ എന്നെ അവൻ വിളിച്ചില്ല, പടം കണ്ടില്ല എന്നാവോ, എന്നിട്ട് ഞാൻ അവനെ എടാ നീ പടം കണ്ടില്ലേ? ഞാൻ കണ്ടിരുന്നു, എന്നിട്ട് നീ എന്നെ വിളിച്ചില്ല. എടാ അത് നല്ലതാണ്, നല്ല ഹിറ്റാണ്, അത് എല്ലാവരും വിളിച്ചത്. ഇപ്പോൾ ഞാനായിട്ട് എന്താണ് പ്രത്യേകിച്ച് പറയുന്നത്? അത് ശരി എന്നാൽ വിളിച്ച് പറയണ്ടടാ. നമ്മൾ അവനടുത്ത് പരാതി പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊതിക്കുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിളിക്കണം. നമ്മൾ വിളിച്ച് അത് ഈ സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ പറഞ്ഞ പോലെ പല സിനിമകളും കണ്ടിട്ട് ഇപ്പോൾ ലാൽ ജോസ് ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സാണ്. ലാലു ഗംഭീര ഡയറക്ടറാണ്. ലാലുവിൻ്റെ പടങ്ങൾ നമ്മൾ ഇനി അതിന് ആഘോഷിക്കുന്ന സിനിമകൾ അത് കണ്ട് എല്ലാവരെ പോലെ ഞാൻ എൻജോയ് ചെയ്ത് കൈയടിച്ചു, ലാസ്റ്റ് വിസിലടിച്ച് എഴുന്നേറ്റ് ക്ലാപ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. വിളിക്കാനൊന്നുമില്ല, കാരണം അത് സക്സസ് ആണെന്നുള്ളത് അറിയാമെന്നുള്ളത് വിചാരിച്ചിട്ടിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അതൊക്കെ അവർ കൊതിക്കുന്നുണ്ട്. അതിനുശേഷം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വിളി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം പടം കണ്ടിട്ട് ഞാൻ വിളിക്കും. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. അവരുടെ സിനിമകൾ കണ്ടതിന് ശേഷം വിളിക്കുക, എടാ നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചിലപ്പോൾ വിളിക്കില്ല. വിളിച്ചിട്ടുണ്ടെങ്കിലും നുണ പറയുക എന്ന് പറയുന്നത് എൻ്റെ ഒരു അതെന്ത് പറയാനാണ് വിളിച്ചിട്ട് മോശമായി എന്ന് പറയാൻ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഈ നല്ല ഫ്രണ്ട്സാണ് നമ്മളുടെ അടുത്ത് മുഖത്തേക്ക് തുറന്ന് പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് തുറന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊരു വിഷമമാവും. അങ്ങനൊരു വിഷമമാകുക എന്ന് പറയുന്നതിനോട് എനിക്കൊരു വിഷമമുണ്ട്.
അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും വിളിച്ച് പറയാറില്ല. ഗംഭീരമായ സാധനങ്ങളൊക്കെ അവരെ വിളിച്ചിട്ട് ചിലപ്പോൾ വിളിച്ചതിൻ്റെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജെങ്കിലും ഇടും ഞാൻ. താങ്ക് യു സോ മച്ച്. നല്ലൊരു സിനിമയായിരിക്കട്ടെ, ജനം ഏറ്റെടുക്കട്ടെ. ഓക്കെ.